നമ്മൾ പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, വളർത്തു ദോഷം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ടേം എത്രമാത്രം പ്രസക്തമാണ്? യഥാർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിക്കുന്നതുകൊണ്ടൊരു തെറ്റുണ്ടോ, അല്ലെങ്കിൽ അത് തന്നെയാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ കാര്യത്തിലും നമുക്ക് അതാണ് റീസൺ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാളുടെ കുറ്റകൃത്യങ്ങളിലേക്കുള്ള അഭിവാഞ്ച, അല്ലെങ്കിൽ അയാൾ ഒരു കുറ്റവാളിയാകുന്നു, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലായിടത്തും വളർത്തുദോഷം എന്ന് നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ പാരൻറ്റിങ്ങിലെ അപാകത എന്നുള്ളത്, രക്ഷകർത്തൃത്വം കൃത്യമായി നടത്താത്തതിൻ്റെ അപാകത എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. പക്ഷേ എല്ലാ വയലൻസിലും അല്ലെങ്കിൽ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയിലും കുട്ടികൾ ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ആ കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലും എല്ലാം പാരൻറ്റിങ്ങിന് മാത്രമല്ല ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. മറ്റൊരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുക. പക്ഷേ അതിനകത്ത് പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡും പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് പാരൻറ്റിങ് ചെയ്യേണ്ടുന്നത്, ഒരു സാഹചര്യത്തിൽ ഒരു പാരൻ്റ് എന്നുള്ള നിലയിൽ എങ്ങനെ ഇടപെടണം, അല്ലെങ്കിൽ എത്രത്തോളം ഇടപെടണം, ഒരു കുട്ടി വളർന്നു വരുന്ന ഏതൊക്കെ ഘട്ടത്തിൽ എന്തെല്ലാം രീതിയിലാണോ ഒരു പാരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതിന്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതിന്, ഈവൻ കുട്ടികളിൽ എമ്പതി രൂപീകരിക്കപ്പെടുന്നതിന്, അവരുടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിനകത്ത് പാരൻസിന് വലിയ ഘടകമുണ്ട്. പാരൻറ്റിങ് റോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ഈ സമയത്ത് ചർച്ചയാകുന്നൊരു കാര്യമാണ് തല്ലി വളർത്തുക എന്ന് പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നു തല്ലി വളർത്തണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കുക, അതിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തല്ലുക, ആ തല്ലിലും നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ തല്ലിൻ്റെ കനം അല്പം കൂട്ടുക എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം പറയുന്നത് തല്ലി വളർത്തുക എന്നുള്ളതല്ല പരിഹാരം. മാത്രമല്ല തല്ലുക എന്ന് പറയുമ്പോൾ ഒരു തെറ്റ് കാണുന്നു, തല്ലുന്നു, അത് കുട്ടികൾക്കുള്ളിൽ ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കൊരു തെറ്റ് കണ്ടാൽ അവിടെ മർദ്ദിക്കാം എന്നുള്ളൊരു മെസ്സേജ് അവരുടെ ഉള്ളിൽ വലുതാകുമ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തല്ലി വളർത്തുക എന്നുള്ളതല്ല പരിഹാരം എന്ന് പറയും. യഥാർത്ഥത്തിൽ പാടുമോ, തല്ലാൻ പാടുമോ? ആരാണ് തെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ഫിലിമിൽ തന്നെ പറഞ്ഞതുപോലെ നിങ്ങളുടെ അനാവശ്യം അവർക്ക് ആവശ്യം എന്ന് പറയുന്ന പോലെ നമ്മൾ നിർവചിക്കുന്നതാണ് ശരിയോ തെറ്റോ എന്നുള്ളത്. ഇവിടെ തെറ്റ് കണ്ടാലാണോ പലപ്പോഴും പാരൻസ് അടിക്കാറുള്ളത്? തെറ്റിന് അനുപാതികമായിട്ടാണോ? അടിയാണെങ്കിലും ശാസനയാണെങ്കിലും ഒരു ശിക്ഷയാണെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്കത് എത്ര ഇമോഷണലി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കുട്ടികളെ അടിക്കുകയോ ശാസിക്കുകയോ വഴക്ക് പറയുകയോ ഷൗട്ട് ചെയ്യുകയോ ചില പാരൻസ് ശപിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അവനവൻ്റെ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും കാണുന്ന നമ്മളുടെ തന്നെ ബിഹേവിയർ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരാളോട് റിയാക്ട് ചെയ്യുന്നത്, ഒരാളുടെ തെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത്, നമ്മളെ അത് എത്രത്തോളം സ്വാധീനിച്ചു, നമ്മൾ എത്രത്തോളം ഇറിറ്റബിളായി, എനിക്ക് എത്രത്തോളം ദേഷ്യം വന്നു, എൻ്റെ ദേഷ്യം തീരുന്നത് വരെ ഞാൻ അവനെ തല്ലി എന്നാ പലപ്പോഴും പറയാറുള്ളത്. അല്ലെങ്കിൽ ഒരു കമ്പൊടിയുന്നത് വരെ ഞാൻ അവനെ തല്ലി എന്നാ പറയാറ്. അല്ലാതെ അവൻ ആ തെറ്റ് തിരുത്തുന്നത് വരെ തല്ലിയെന്നോ അല്ലെങ്കിൽ ആ തെറ്റവൻ റിയലൈസ് ചെയ്യുന്നത് വരെ തല്ലിയെന്നോ ഒന്നുമല്ല പറയാറ്. അപ്പോൾ ഈ തല്ല് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടി കൊടുത്ത് വളർത്തണം എന്ന് പറയുമ്പോൾ അടി എന്നുള്ളതല്ല, അതായത് ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ട്, അതൊരു ഉപദ്രവമാണല്ലോ, ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ഇതിൽ സാധാരണ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുന്നു, ഒരു തല്ല് വെച്ച് കൊടുക്കുന്നു. ഈ കുട്ടി എന്താ ഇതിൽ നിന്ന് പഠിക്കുന്നത്? അമ്മയ്ക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ അച്ഛന് ദേഷ്യം വന്നു. കാര്യം കുട്ടി ഇമ്മീഡിയറ്റ്ലി കാണുന്നത് ഞാൻ ചെയ്ത തെറ്റല്ല, അമ്മയുടെ മുഖത്തെ എക്സ്പ്രഷനാണ്, അത് ദേഷ്യമാണ്, അത് ഈ കുട്ടിക്ക് തിരിച്ചറിയാം. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു, അമ്മ തല്ലി, അപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ എനിക്കും തല്ലാം അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഒരു ബിഹേവിയർ കറക്റ്റ് ചെയ്യുന്നതിന് പകരം വേറൊരു റോങ് ബിഹേവിയർ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും തല്ലല്ല പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ബിഹേവിയേഴ്സ് മോഡിഫൈ ചെയ്യാം? ഇതെന്താണ്, ഈ ബിഹേവിയർ കാണിക്കുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം.
അത് ഓരോ പ്രായമനുസരിച്ചും വ്യത്യസ്തമായിരിക്കും, കുട്ടികളുടെ സ്കില്ലനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ സാധാരണ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന കുട്ടികളുടെ പാരൻസിനോട് ബിഹേവിയറൽ ഇഷ്യൂസാണ്, ഭയങ്കര ദേഷ്യമാണ്, കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയും, കഥകടച്ച് ഇങ്ങനെ പൊട്ടിക്കുന്ന വിധത്തിൽ കഥകടയ്ക്കും, ഇല്ലെങ്കിൽ വളരെ ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ എന്തിനാണ് കുട്ടി ചെയ്യുന്നത്? ഇതാണ് ആസ് പാരൻസ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടുന്ന കാര്യം. ഒരു പക്ഷേ മിക്കവാറും കാണുന്ന ഒരു കാര്യം, ഷൗട്ട് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ പാരൻസിനെ പേടിപ്പിക്കുക. കാര്യം പാരൻസിൻ്റെ പേടി എന്താ? ഈ കുട്ടിയുടെ ഒച്ച കേട്ടിട്ടല്ല പാരൻസ് പേടിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒച്ചയോടല്ല ഭയം. ഈ ഒച്ച കേൾക്കുമ്പോൾ ഇത് നാട്ടുകാർ കാണുന്നില്ലേ, നാട്ടുകാരിത് കേൾക്കുന്നില്ലേ, എൻ്റെ കുട്ടിയെ പറ്റി അവർ മോശം പറയില്ലേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ കുറിച്ച് മോശം പറയില്ലേ, ഇത് നാണക്കേടല്ലേ? ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് എടാ മിണ്ടാതിരിക്കടാ, അല്ലെങ്കിൽ പതിയെ സംസാരിക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കും. കുട്ടിക്ക് ഇവിടെ തിരിച്ച് കിട്ടുന്ന മെസ്സേജ് എന്താ? ഞാൻ ഷൗട്ട് ചെയ്താൽ അമ്മ ഭയപ്പെടും, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർ ഭയപ്പെടും. ഈ ഭയത്തിനെ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, എനിക്ക് ഉപയോഗിക്കാം. അപ്പോൾ എനിക്കൊരു കാര്യം സാധിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ഫ്രസ്ട്രേറ്റഡായി ഞാൻ ഈ ഷൗട്ടിങ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നീ കുറച്ച് നേരം അവിടെ നിന്ന് ബഹളം വെച്ചോ, കുഴപ്പമില്ല, ഇതെല്ലാം കെട്ടടങ്ങുമ്പോൾ വാ നമുക്ക് സംസാരിക്കാം എന്ന് നമ്മൾ പറയാൻ പാരൻസ് പഠിച്ചാൽ ഒരു പരിധി വരെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. ഇതും കുട്ടിയുടെ പ്രായവും കുട്ടിയുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എല്ലാ കുട്ടികൾക്കും അടച്ച ഒരൊറ്റ പാറ്റേൺ എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തനാണ്. ഞാനെന്ന് പറയുന്ന ഒരു പേരൻറ്റ് വ്യത്യസ്തനാണ്, അതുപോലെ എൻ്റെ 2 മക്കളുണ്ടെങ്കിൽ ഈ 2 മക്കളും വ്യത്യസ്തരാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇവരോട് ഓരോരുത്തരോടും നമ്മൾ എടുക്കേണ്ടുന്ന സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനെന്ന് പറയുന്ന പാരൻ്റ് എടുക്കുന്ന സ്ട്രാറ്റജി ആവണം എന്നില്ല വേറെ അതേ വീട്ടിലുള്ള കുട്ടികളുടെ അച്ഛൻ എടുക്കുന്ന പാരൻറ്റിങ് സ്ട്രാറ്റജി. അപ്പോൾ ഇതിലൊക്കെ കഴിയുന്നത് നമുക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ എത്താനായിട്ട് പറ്റണം. പക്ഷെ നമ്മൾ നാച്ചുറലി വരുന്ന സാധനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യസ്തതയെ കുറയ്ക്കാനാണ് നമ്മൾ പലപ്പോഴും പാരൻറ്റിങ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി കുറെ കൂടെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളിലേക്ക് പോയാൽ ലാംഗ്വേജൊക്കെ ആവശ്യത്തിന് ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികളുണ്ട്. അവർക്കാണ് നമ്മൾ പലപ്പോഴും പാരൻസിനെ അടിക്കുന്നു, വന്ന് പിച്ചുന്നു, മാന്തുന്നു, ഭയങ്കരമായി സ്ക്രീം ചെയ്ത് കരയണു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും. അപ്പോൾ ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത്? മേ ബി അവരുടെ ഒരു കാര്യം സാധിക്കാനായിരിക്കും. പക്ഷെ ആ കാര്യം സാധിക്കാൻ എന്ന് പറയുന്നത് അവർക്ക് ലാംഗ്വേജ് ത്രൂ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? ഇത് നമ്മൾ അന്വേഷിക്കണം. അവിടെ നമ്മൾ ബിഹേവിയർ മോഡിഫൈ ചെയ്യാം, പോസിറ്റീവ് പാരൻറ്റിങ് നടത്താം എന്നൊക്കെ വിചാരിച്ച് പോയാൽ ഇതിൽ വ്യത്യാസം വരില്ല. അവർക്ക് ലാംഗ്വേജ് എന്ന് പറയുന്ന ബേസിക് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഈ ബിഹേവിയറിൽ വ്യത്യാസം വരൂ. അപ്പോൾ ഇത് കുട്ടികളുടെ പ്രായത്തിനെയും അതേപോലെ അവരുടെ സ്കില്ലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്ന അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ് എവിടെ വരെ പോകുന്നു. ചില കുട്ടികളെ പറയും എന്താണ്, സ്കൂളിൽ പോകാൻ മടിയാണ്, സ്കൂളിൽ പോകാൻ നേരത്ത് വയറുവേദന, പല്ലുവേദന, തലവേദന, ഛർദിൽ എന്ന് വേണ്ട പല പ്രശ്നങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാക്കും, വീട്ടിൽ എനിക്ക് പോകണ്ട, ട്യൂഷന് പോകാതിരിക്കാൻ ഒരു മാർഗം, പഠിക്കാൻ വിളിക്കുമ്പോൾ മാത്രം വാശിയും ബഹളവും കാണിക്കുന്ന കുട്ടികൾ. ഇവിടെയൊക്കെ എന്താ, നമ്മൾ വെറുതെ കുട്ടിക്ക് ബിഹേവിയറൽ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ അവിടെ വാശിയാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഇത് എപ്പോഴാണ് ഈ കുട്ടി ഈ ബിഹേവിയർ കാണിക്കുന്നത്, ഇതിൻ്റെ ഫ്രീക്വൻസി ഏത് സമയത്താണ് കൂടുന്നത്, നമ്മളുടെ അടുത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയറിൽ പ്രൊവോക്ഡ് ആയിട്ടാണോ, അതോ വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ. ഇപ്പോൾ ഞാൻ ഈ അവസാനം പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് കാണാം, പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടിയുടെ ബിഹേവിയറിൽ വ്യത്യാസം വരുന്നത്. സോ ഈ പഠനത്തിനോട് എന്തിനാണ് കുട്ടി ഇത്രയും വിരക്തി കാണിക്കുന്നത്? അവിടെ നമുക്ക് അത് അന്വേഷിക്കണം. അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ബിഹേവിയറൽ ഇഷ്യൂ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ അണ്ടർലൈൻ സാധനങ്ങൾ ചിലപ്പോൾ വേറെ പലതുമായിരിക്കും. റൂട്ട് കോസ് നമ്മൾ തപ്പിപ്പോകുമ്പോൾ മറ്റു പലതുമായിരിക്കും. അപ്പോൾ ഈ റൂട്ട് കോസ് നമ്മൾ അന്വേഷിച്ച് പോകണം. ആ റൂട്ട് കോസ് അന്വേഷിച്ച് നമ്മൾ അവിടെ കറക്റ്റ് ചെയ്താൽ മാത്രമേ കുട്ടികളുടെ ബിഹേവിയർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പലപ്പോഴും പാരൻസ് ഇതിനെക്കുറിച്ച് അവെയർ ആവാതെ ലാക്ക് ഓഫ് അവെയർനെസ്സും പിന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയുണ്ട്. അതിന് പകരം നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു തല്ലു കൊടുക്കാം. ഇന്ന് ഒരടി കൊടുക്കും, നാളെ 4 അടി കൊടുക്കും, പിന്നെ കുട്ടിക്ക് എത്ര അടി കിട്ടിയാലും ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അടി കൊണ്ട് കുട്ടികളുടെ ബിഹേവിയറിനെ മാറ്റാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തണം.
റൂട്ട് കോസ് കണ്ടെത്തുന്നതിനോടൊപ്പം നമുക്കതിന് പരിഹാരം കാണാനായിട്ട് പറ്റണം. അപ്പോൾ ആ പരിഹാരം കറക്റ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ അവിടെ പാരൻറ്റിങ്ങിൻ്റെ കറക്ഷൻസ് ഉണ്ടാവും, കുട്ടികളുടെ സ്കിൽ ബിൽഡിംഗ് ഉണ്ടാവും, ലൈഫ് സ്കിൽ മോഡിഫിക്കേഷൻസ് ഉണ്ടാവും, ലൈഫ് സ്കിൽ ട്രെയിനിങ് ഉണ്ടാവും. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഇന്നുള്ളതിനെക്കാട്ടിലും ബെറ്റർ ഒരു കുട്ടിയായിട്ട് നാളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും.